നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ബഹുമാന്യർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങൾ, ആശംസകൾ. തുറന്നു പറഞ്ഞാൽ എന്ന പേരിൽ തുടങ്ങിയ നമ്മുടെ ഈ പരിപാടി ഇന്നലെത്തുകൊണ്ട് 1500 എപ്പിസോഡായി. ഇന്ന് മുതൽ നമ്മൾ ഷാ വിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിലാണ് നമ്മുടെ ആനുകാലിക വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത്. ദേശീയമുണ്ട്, അന്തർദേശീയമുണ്ട്, പ്രാദേശികമുണ്ട്, യൂണിവേഴ്സലുണ്ട്. അങ്ങനെ നമ്മൾ 60 വർഷക്കാലം മനസ്സിലാക്കിയ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പബ്ലിക്ക് അറിയിക്കുന്നതിന് വേണ്ടി, എൻ്റെ കാലശേഷം അവർക്കത് രേഖയിൽ കിടക്കാൻ വേണ്ടി തുടങ്ങുന്ന ചാനലിൽ ഇതിന് മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും 1000 വട്ടം നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ഈ ചാനൽ ഒട്ടും അമാന്തം വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. മരിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്, മരിക്കാതിരിക്കണമെങ്കിൽ ഒരു മാർഗമുണ്ട്. അത് മഹാന്മാർ പറഞ്ഞു, ജനിക്കാതിരിക്കണം. ജനിച്ചു പോയ മരണം ഉറപ്പാണ്. അതുപോലെ പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് നന്നാകണം, സ്വർഗത്തിൽ പോകണം, അതെന്താ ചെയ്യണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ കളവ് പറയരുത്. നിസ്സാര കാര്യമില്ല, കളവ് പറഞ്ഞാൽ പോരെ, അതെന്താ കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹം അറിയോ, വിഭജിക്കാൻ പോകുന്നിടത്ത് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എവിടെ പോകുന്നു, കളവ് പറയാൻ പറയാൻ പറ്റുമോ? അത് നിർത്തി. മദ്യപാനത്ത് പോകുമ്പോൾ അത് നിർത്തി. അങ്ങനെ എല്ലാ മനുഷ്യരും നന്നായി എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ലോക സമാധാനത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഐക്യരാഷ്ട്ര സംഘടന. ആ സംഘടന കൊണ്ട് ഇന്ന് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, മാത്രമല്ല സമാധാനക്കേട്, അസമാധാനം ഉണ്ടാകുകയാണ്. അത് ഒരു മാർഗം, ഒന്നുകിൽ ഐക്യരാഷ്ട്ര സംഘടന, 2 മാർഗം എന്ന് പറയുകയാണെങ്കിൽ, ഒന്നുകിൽ ഐക്യരാഷ്ട്ര സംഘടന പിരിച്ചുവിടുക, അല്ലെങ്കിൽ അതിൽ വീറ്റോ പവർ നിർത്തുക. 5 രാഷ്ട്രങ്ങൾ വീറ്റോ പവറുണ്ട്. അത് ഏത് ഗ്രൂപ്പ് കൊണ്ടുവന്നാലും മറ്റ് ഗ്രൂപ്പ് വീറ്റോ ചെയ്താൽ അവിടെ പിന്നെ ചോദ്യമില്ല. അത് എന്ത് നീതിയാണത്? വാട്ട് കൈൻഡ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്? എന്ത് തരം സാമൂഹ്യ നീതിയാണ് അങ്ങനെ വീറ്റോ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ? ഇത് നമ്മുടെ ജഡ്ജി, എനിക്കൊരു പാനലെടുത്ത് നോക്കുക, ആ പാനൽ ഒരു ജഡ്ജി പറയുമ്പോൾ മറ്റൊരു വീറ്റോ ചെയ്താൽ അതിൽ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ വീറ്റോ പവർ ഉപേക്ഷിക്കുക പറയാൻ കാരണം, എന്ത് കാര്യങ്ങൾ വന്നാലും അമേരിക്കയിൽ, റഷ്യ, ചൈനയോ, ഫ്രാൻസോ, ബ്രിട്ടനൊക്കെ വീറ്റോ ചെയ്തിട്ടുണ്ട്. അത് ആ UN ആരംഭഘട്ടം മുതൽ ഇന്നേ വരെയുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് UN ആസ്ഥാനത്താണുള്ളത്. അതിൻ്റെ തീരുമാനം വംശഹത്യയുടെ പേരിൽ നെതന്യാഹുവിൻ്റെ ഒരു സഹപ്രവർത്തനം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ആ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചവൽ അമേരിക്കയിലെ ഭരണകക്ഷിയും പ്രതിപക്ഷം ചേർന്ന് ഒരു നിയമം പാസ്സാക്കിയെന്നറിയോ? അത് ഓർഡർ ഇട്ട ജഡ്ജിയെ ഉപരോധം ഏർപ്പെടുന്നു. ഭരണകക്ഷി പ്രതിപക്ഷം ചേർത്ത് ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ജഡ്ജിയുടെ പേരറിൻ്റെ കരീം അഹമ്മദ് ഖാൻ എന്നാണ്. അദ്ദേഹം വാസ്തു മുസ്ലിമേ അല്ല. അഹമ്മദിയ മുസ്ലിങ്ങൾ വർഗമുണ്ടല്ലോ, അഹമ്മദിയ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥ മുസ്ലിമായിട്ടല്ല ലോകം കണക്കാക്കുന്നത്. പക്ഷെ അതാണ്, അത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം സംഘടനയാണ് ഈ അഹമ്മദിയ മുസ്ലിങ്ങൾ. എന്നിട്ട് പോലും അമേരിക്കയുടെ ഇടത് വലത് മുന്നണി എന്ന് പറയുമ്പോൾ 2 മുൻ പാർട്ടികളും അതിനെ നിയമം ഉണ്ടാക്കുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന്. തന്നെയുമില്ല, വേറൊരു നിയമം 2002 ജൂലൈയിലാണ് ഈ ഹേഗിലെ അല്ലെങ്കിൽ UN ഈ ലോക കോടതി സ്ഥാപിച്ചത്. ആഗസ്റ്റ് മാസത്തിൽ അമേരിക്ക ഒരു നിയമം പാസ്സാക്കി. അതെന്നറിയുമോ? ഈ കോടതി അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആർക്കെതിരെയെങ്കിലും നിയമം അല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ എന്ത് മാർഗം ഉപയോഗിച്ചും അവരെ രക്ഷപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരം കൊടുത്തു. ആ എന്ത് മാർഗം എന്ന് പറയുമ്പോൾ അണുശക്തിക്കാകാമല്ലോ, എല്ലാ മാർഗത്തിലും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഐക്യരാഷ്ട്ര സംഘടന ലോകത്തെന്തിന്
ഇപ്പം 127 രാജ്യങ്ങളിൽ പോകാൻ പറ്റില്ല വാസ്തവം പറഞ്ഞാൽ. പിന്നെ ജത്യനാവൂർ അത് ഒരു രാഷ്ട്രത്തിൽ ഇപ്പം 127 രാജ്യത്തിൽ ഏത് സ്ഥലത്തുണ്ട് അവിടുത്തെ ഗവൺമെൻറ് കസ്റ്റഡി അദ്ദേഹം എടുത്തിട്ട് ഈ കോടതിയിൽ ഹാജരാക്കാം. അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ സായിപ്പന്മാർക്കോ യൂറോപ്യൻ കൺട്രീസിലെ അമേരിക്കൻ ചായവുള്ളവർക്ക് പറ്റില്ല. അല്ലാത്തവർക്ക് മാത്രമേ നിയമമുള്ളൂ. അതാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ ചില സവർണ ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ സംഘപരിവാരം കൊടുന്ന ചില ഉചിതമല്ലാത്ത നിയമം വയ്ക്കുമ്പോൾ നിങ്ങൾ കുറ്റം പറയും. പക്ഷെ ഇതൊക്കെ ചെറിയ പതിപ്പാണ് ഇന്ത്യയിൽ കാണുന്നത്. അത് വലിയ പതിപ്പാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തത്. അവിടുന്ന് കോട്ട് ചെയ്ത് പകർത്തതാണ് ഇന്ത്യയിലെ സംഘപരിവാരം. ഇവരൊക്കെ ഒരേ ശ്രേണിയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഐക്യരാഷ്ട്ര സംഘടന പിരിച്ചുവിടുകയോ അതല്ലെങ്കിൽ വീറ്റോ പവർ നിർത്തുകയോ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണമില്ല. പിന്നെ യുദ്ധം ഉണ്ടാകാൻ പോകുന്നതൊക്കെ അറിയാമല്ലോ. അണു നശീകരണമൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല, പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് വേറൊരു കാര്യമാണ്. അത് ഇപ്പോൾ മൂലമ്പത്ത് ഒക്കെ ബോർഡിൻ്റെ ഒക്കെ വിഷയമുണ്ടായി ചർച്ച ചെയ്യണം. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഇന്ന് 22-ാം തീയതി യോഗം കൂടി ഒരു കമ്മീഷൻ നിയമിച്ച് 3 മാസം റിപ്പോർട്ട് കൊടുക്കാൻ വന്നേക്കാം. അതോടുകൂടി ഏതാണ്ട് ആ പ്രശ്നമല്ല 3 മാസക്കെങ്കിലും നിന്ന് കാണും. ഓക്കെ. ഈ വഖഫ് ബോർഡിലെ ഭൂമി വിട്ടുകൊടുക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് കളിച്ച് സഭാ നേതൃത്വം അറിയാമല്ലോ. ഇന്ത്യയിൽ 2% ക്രിസ്ത്യൻ സമുദായം. അതിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ മെയിൻ സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുടെ മാത്രം സമ്പത്ത് നെറ്റിലൊടിച്ചാൽ കിട്ടും. ഞാൻ ഊഹം ഇന്നിപ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധനും യുക്തിവാദി അവർ വേണുഗോപാൽ സാർ പറഞ്ഞാണ്. എൻ്റെ അഭിപ്രായമില്ലത്, ഞാനിപ്പോൾ ഒന്ന് കോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. എത്രയാണ്? 20 കോടി ഹെക്ടറാണ്, 20 കോടി ഏക്കറാണ്, 20 ലക്ഷം കോടി ഏക്കറാണ് ഇന്ത്യയിൽ സഭയുടെ സമ്പത്ത്. അതേ സ്ഥാനത്ത് ഇന്ത്യൻ റെയിൽവേക്ക് എത്രയുണ്ട്? അതിനേക്കാൾ വളരെ ചുരുങ്ങിയതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഇന്ത്യ ഗവൺമെൻറ് ആ സമ്പത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള അല്ലെങ്കിൽ ഭൂ ഉടമ ഈ സഭയാണ്. അത്രയും ഭൂമി കൈവശം വച്ചിട്ട് ഇപ്പം ആ വേണുഗോപാൽ സാർ പറഞ്ഞ കാര്യം പറയാം. അത്രയും ഭൂമി ഈ സഭ കൈവശം വെച്ചിട്ട് അതിനേക്കാൾ വളരെ കുറച്ച്, അത് 20 ലക്ഷം കോടി ഏക്കർ ആണെങ്കിൽ മറ്റേ വഖഫിനൊക്കെ 5 ലക്ഷമുള്ളൂ, റെയിൽവേക്ക് 4.8 ലക്ഷമുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് 1 ലക്ഷമാണെങ്കിൽ മറ്റേ കോടിയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? മറ്റേതെങ്കിലും സമുദായം പറയുന്നുണ്ടോ? അല്ല, ചർച്ച ആക്കി വയ്ക്കാൻ വേണ്ടി വി ആർ കൃഷ്ണയ്യ സാർ കമ്മീഷൻ ആക്കി വെച്ചിട്ട് ചർച്ച ആക്കാൻ വേണ്ടി ഒരു അനക്കം നടത്തും. ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് മുസ്ലിം സമുദായം, മറ്റു സമുദായത്തിൽ പറഞ്ഞു മുസ്ലിം സമുദായം അതിനെതിരെ ഇതേവരെ ഒരക്ഷം ഇത് ഞാൻ പറഞ്ഞ പോലും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് വഖഫ് ബോർഡിലെ നിയമ ഭേദഗതിയെക്കുറിച്ച് അത് കൊള്ളൂല്ല, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്ന അച്ഛന്മാർ, സഭാ നേതൃത്വമൊക്കെ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പാണ് വെട്ടുന്നത്. അത് ഓർമ്മണം. 2% നിങ്ങൾ ആകെ ജനസംഖ്യയുള്ളത്. 20% ഉണ്ടായിട്ട് 30 കോടി മുസ്ലിങ്ങളായിട്ട് അവർക്ക് കാര്യമായി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രം അവർക്ക് വോട്ട് വരെ ഇല്ലാതാക്കുന്ന ഘട്ടം വന്നുകൊണ്ടിരിക്കുക. ആ സ്ഥാനത്താണ് നിങ്ങൾ ഒരേ തോൽ പക്ഷികളായ സഭയും മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇവിടെ പിന്നോക്ക ഹിന്ദുക്കളും ഈഴവനെ പോലൊക്കെ അവരൊക്കെ ചേർന്ന് സഹകരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അവരെല്ലാം ഭിന്നിപ്പിച്ച് ഒരു തട്ടിൽ മുസ്ലിങ്ങളും മറുതട്ടിൽ ബാക്കി എല്ലാവരും അങ്ങനെ പോളിസിയെ ഒരു ഫിലോസഫിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് മുൻകൈ എടുക്കുന്ന സഭാ നേതൃത്വത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് കളയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. ഇപ്പം മണിപ്പൂരൊക്കെ സംഭവം അറിയാമല്ലോ, മറ്റു പല സ്ഥലത്തും. അതേസമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളത് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും കേൾക്കാൻ വേണ്ടിയാണ്. ക്രിസ്ത്യൻകിയും സംഖ്യയും മുസ്ലിംകിയും കേൾക്കാൻ വേണ്ടി അവരുടെ എയർപോർട്ട് പറയുന്നില്ല, ഒരു ലോകക്രമം പരിചയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് ലോകക്രമം? ഒരു രാജ്യത്ത് ഭൂരിപക്ഷ സമുദായം ഇല്ലാത്ത രാജ്യം കുറവുള്ളൂ. ഭൂരിപക്ഷ സമുദായമുണ്ട്, ന്യൂനപക്ഷ സമുദായം. അതൊരു രീതിയാണ്. പകലും ഇരുട്ടും പോലെ, 0യും 1 പോലെ, നെഗറ്റീവും പോസിറ്റീവും പോലെ, കറുപ്പും വെളുപ്പും പോലെ ഒരു രീതിയാണ്.
അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അതിഥികളാണ്. അതിഥികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ വേണ്ടുപോലെ സഹായിക്കുക എന്നുള്ളത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു മര്യാദയാണ്, ഒരു രീതിയാണ്, അവരെ കടമയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, അവർ എല്ലാ നിലക്കും അകത്തി ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഫാസിസ്റ്റുകളോട് ചോദിക്കാനുള്ളത്, ഇതെന്ത് നീതിയാണ് സാർ? ചിന്തയുടെ അംശം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹിന്ദു നേതാക്കൾ അല്ലെങ്കിൽ ഫാസിസ്റ്റ് നേതാക്കൾ, എല്ലാ ഹിന്ദു നേതാക്കളല്ലേ പറഞ്ഞത്, ഫാസിസ്റ്റ് നേതാക്കൾ ചിന്തിക്കണം, അതെന്ത് നീതിയാണ്? ഈ 127 രാജ്യം കൂടെ 300 രാജ്യമാണ് ലോകത്ത്. ഈ 300 രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ ന്യൂനപക്ഷ വിരോധം വച്ചിർത്തുന്ന ഭൂരിപക്ഷ സമുദായം ഉണ്ടോ എന്ന് അന്വേഷിക്കും, ഏതെങ്കിലും രാജ്യം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാകിസ്ഥാൻ പറയാം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് പറയാം, അതൊക്കെ പറച്ചിൽ മാത്രമല്ലേ, ഇതുപോലെ ആധികാരികമായിട്ടില്ല, ഔദ്യോഗികമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അപകടം തെറ്റും ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇവിടുത്തെ ഫാസിസ്റ്റ് സംഘടനകളും ഗ്രൂപ്പുകളും വ്യക്തികളുമാണ്. ഹിന്ദു സമുദായത്തെ ഞാൻ പറഞ്ഞില്ല, ആ ഗ്രൂപ്പിന് മാത്രം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് അധികാരം കിട്ടി, അധികാരം തുടർന്ന് പോകാൻ നല്ല കാര്യം, അത് വേണം. അതിന് ഈ ഹെയ്റ്റിൻ്റെ, അതായത് ശത്രുത അല്ലെങ്കിൽ വെറുപ്പിൻ്റെ മാറ്റി വച്ചിട്ട് രാഹുൽ ഗാന്ധി പോലെ സ്നേഹത്തിൻ്റെ കട തുടങ്ങാൻ പാടില്ലേ? അതാണ് ഇപ്പോൾ എൻ്റെ ഒരു വാര്യർ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നൊക്കെ എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നും, ലോകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം 60-65 വർഷം തികച്ചും ചിന്തയും പഠനവും വായനയൊക്കെ ആയിട്ട് നടന്നതിൻ്റെ ഫലമായിട്ട് മനസ്സിലാക്കിയ കാര്യത്തിൽ പറയാണ്, ഒരു രാജ്യത്തും ഇന്ത്യയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങളെ ഒതുക്കുക നശിപ്പിക്കുക ചെയ്യുന്ന രീതിയില്ല. ഉണ്ടെങ്കിൽ അവിടുത്തെ ഭരണകൂടം സമ്മതിക്കില്ല. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഉണ്ടാകും അങ്ങനെ ചെയ്താൽ അവിടുത്തെ ഭരണകൂടം എന്ത് ചെയ്യും, അതിന് സമ്മതിക്കില്ല. മാത്രമല്ല അവരെല്ലാം അകത്തിടും. ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? തികച്ചും വ്യത്യസ്തമല്ല. അതുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് ഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗങ്ങളെയോ ഏതെങ്കിലും നിലക്ക് വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കുറ്റമാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. അല്ല, ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ വളർത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ന്യൂനപക്ഷം ഏതെങ്കിലും ഭൂരിപക്ഷ സമുദായത്തെ ഗ്രൂപ്പിനെയോ ഭൂരിപക്ഷത്തെയോ വാക്കുകൊണ്ട് പോലും മോശമായിട്ട് സംസാരിക്കുക പ്രവർത്തിച്ചാൽ അതും അങ്ങേറ്റം തെറ്റ് മാത്രമല്ല കുറ്റം കൂടിയാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് നമുക്കിവിടെ സമാധാനമാണ് വേണ്ടത്. സമാധാനം ഇന്ന് ലോകത്തുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. ഈ യുദ്ധത്തിന് വേണ്ടി എത്ര 1000 കോടി ഡോളർ മുടക്കുന്നു, എത്ര 1000 കോടി ഡോളറിൻ്റെ മിഷനറി ഉണ്ടാക്കുന്നു. ഒരു വിമാനം കത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ലക്ഷം കോടി ഡോളറിന് ചിലവാകുന്നത്. അതേ സ്ഥാനത്ത് ലോകത്ത് ജനങ്ങളിൽ 40% പേരെങ്കിലും ഇന്ന് പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. ഏതാണ്ട് 50% പേർ നിരക്ഷരരാണ്, ഇല്ലിറ്ററസി, ഭാഷ അറിയാത്തവരാണ്, പഠിക്കാത്തവരാണ്. അങ്ങനെയുള്ള ലോകത്താണ് ഈ പടുകിളവന്മാർ, ഇപ്പോൾ പുടിനായാലും അമേരിക്കയിലാണെങ്കിലും പിന്നെ ട്രംപ് ആണെങ്കിലും പടുകിളവന്മാർ. 90 മുകളിലല്ലേ, 90 മുകളിൽ കിളവനാണ്. മധ്യവയസ്ക് എന്ന് പറഞ്ഞാൽ 50 പേരെയാണ്. 50 കഴിഞ്ഞാൽ പിന്നെ 60-70 പേരെയൊക്കെ വൃദ്ധന്മാർ പറയാം. അതുകൊണ്ട് 70 കഴിഞ്ഞാൽ പിന്നെ പടുവൃദ്ധനായി. ഇപ്പം ഞങ്ങൾക്ക് പടുവൃദ്ധരിപ്പെടുന്നതാണ് കിളവൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യം സാധിക്കാൻ വേണ്ടി എത്ര ലക്ഷം ജനങ്ങളെയാണ് കൊല്ലുന്നത്, എത്ര ലക്ഷം ബിൽഡിങ്ങുകളാണ് കളയുന്നത്, എത്ര 1000 കോടി ഡോളറാണ് കത്തിച്ച് കളയുന്നത്. ഇതിന് ചോദ്യം ചെയ്യാൻ മനുഷ്യകുലത്തിൽ ജനിച്ച ഏതെങ്കിലും ഒരാൾ ഈ 21-ാം നൂറ്റാണ്ടിലെ ആരംഭഘട്ടം, ഇപ്പം ആരംഭമല്ലേ, 2026 ആരംഭമാണ്, ലോകത്തുണ്ടോ? പണ്ട് നമ്മുടെ ലോകത്ത് ഏതെങ്കിലും കാലാകാലങ്ങളിൽ അപ്പോൾ നൂറ്റാണ്ടൊരിക്കലെങ്കിലും ഒരു മനുഷ്യ സ്നേഹി വന്നിരുന്നു. ഞങ്ങൾ ഒരു മനുഷ്യ സ്നേഹി ഇല്ല ലോകത്ത്. പറയൂ നിങ്ങൾ ആരാണ്? പണ്ട് നമുക്കൊരു ഗാന്ധിജി വരെ പറയാം, അതൊക്കെ ഭാഗികമാണ്, കാരണം ഇന്ത്യയിലല്ലേ.
അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കുറേ പേര് കേട്ടത്. ഇന്ന് അങ്ങനെ ഏതെങ്കിലും മനുഷ്യസ്നേഹിയുണ്ടോ? മനുഷ്യസ്നേഹി ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമോ? അത് കുഞ്ഞു മക്കളെ, അത് യഹൂദനായാലും മുസ്ലിമായാലും ഹിന്ദുവായാലും ആരായാലും കൊല ചെയ്യല്ലേ? അതുകൊണ്ട് ആസ്വദിക്കല്ലേ, ആഘോഷിക്കല്ലേ? അത് ചോദ്യം ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രമുണ്ടോ? ഏറ്റവും വൻ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യയും അമേരിക്കയാണല്ലോ. ഈ അമേരിക്ക കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഈ കഥയെന്തെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നെത്തിന്യാഹുവിനെ പിടിച്ചാൽ അമേരിക്ക വന്നാൽ കേൾക്കൂലേ? കുഞ്ഞു മക്കളെ കൊല്ലം നിങ്ങൾ നിർത്ത്, അനാഥരെ കൊല്ലം നിർത്ത്, രോഗികളെ കൊല്ലം നിർത്ത്. അതൊന്നുമല്ല, വംശഹത്യ ചെയ്യല്ലേ? എന്നിട്ട് പറയാനുണ്ടോ? അത്ര നീചമായ ഒരു ജനസമൂഹമല്ലേ ഈ 21-ാം നൂറ്റാണ്ടിൽ ആരംഭഘട്ടത്തിൽ ലോകത്തിൽ കാണുന്നത്? ബഹുമാൻ്റെ സ്നേഹമുണ്ട് പറയട്ടെ. അതായത് മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു പാവമാണ് പറഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെയും തത്വസമയുടെയും അനുയായിയാണ് ഞാൻ. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ നൂറ്റാണ്ടിൽ ജനിച്ചതേ പാവം, ജനിച്ചതിന് ലജ്ജ തോന്നാണ്. ഒരു സ്നേഹമുണ്ടോ? എന്തിന്? റഷ്യയും യുക്രൈൻ യുദ്ധം എന്തിനു വേണ്ടി? അവരുടെ അധികാര പദവിയിൽ പ്രാവാണ്യം നിലനിർത്താൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയാണോ? ഇസ്രായേൽ പലസ്തീൻ അതുമെല്ലാം സ്വാർത്ഥ താല്പര്യം വേണ്ടി, ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ഒരു ആൾക്ക് 10 ജോലി കൊടുക്കാൻ വേണ്ടിയാണോ? ഭക്ഷണം കൊടുക്കാൻ വേണോ? കൊടുക്കാൻ വേണ്ടിയാണെന്ന് മാത്രമല്ല, കൊടുക്കുന്ന ഭക്ഷണം ഇല്ലാതെയാക്കാൻ പറ്റിയല്ലേ? അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ബഹുമാനി, ഞാൻ നിങ്ങളോട് മനുഷ്യത്വത്തിൻ്റെ പേര് ചോദിക്കുകയാണ്. നമ്മൾ വലിയ ആളല്ല, ഒരു നിലക്കും വലിയ ആളല്ല. പക്ഷേ കാര്യങ്ങൾ കാണുമ്പോൾ, വീക്ഷിക്കുമ്പോൾ മനസ്സ് വല്ലാത്തൊരു എന്താണ് പറയുക, വല്ലാത്തൊരു പ്രയാസം തോന്നുന്നു. കാരണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ എടുക്കുന്ന ജനകോടികളുള്ള ഈ ലോകത്ത്, ഈ നാട്, ഇന്ത്യയിലെ ഉദ്ദേശിച്ച് ഈ ലോകത്ത് എത്ര ലക്ഷം കോടി രൂപയുടെ വെറുതെ കത്തിച്ച് കളയല്ലേ? എന്നിട്ട് എന്ത് നേടി? ഏതെങ്കിലും യുദ്ധം കൊണ്ട് ലോകത്ത് ആരെങ്കിലും നേടിയിട്ടുണ്ടോ? ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനം കൊണ്ട് ലോകത്ത് ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ പാർട്ടിയോ വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതെല്ലാം മനുഷ്യത്വരഹിതമാണ്. അത് മാക്സിം ഗോർക്കി പറഞ്ഞ്, മനുഷ്യൻ മനോഹരൻ എന്താണ്? മനുഷ്യൻ മനോഹരൻ, മനുഷ്യൻ മനോഹരൻ, നല്ല പദം മനസ്സിൽ തട്ടിപ്പോണ്ട് മാക്സിം ഗോർക്കിന്ന്. നല്ല പദമാണ് മനുഷ്യൻ എന്നുണ്ട്. പക്ഷെ മനസ്സിലവൻ്റെ മനസ്സ് തട്ടിപ്പെടും. മാക്സിം ഗോർക്കി എഴുത്തുകാരെ വർഷങ്ങൾക്ക് പറഞ്ഞത് അതാണ്. മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാൻ ദൈവം ശ്രമിച്ചപ്പോൾ മലക്കുകൾ ചോദിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് ഖുർആനിലുണ്ടല്ലോ. ഈ മനുഷ്യർ വെട്ടിക്കൊല്ലുന്ന മനുഷ്യൻ എന്തിനാണ് പടശ്രദ്ധ നിൽക്കുന്നത്? നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളില്ലേ? ചോദിച്ചപ്പോൾ കണ്ടു, സാരമില്ല, അത് നിനക്ക് അത് മാതൃക കാണിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ദൈവാനുഭവത്തെ മറുപടിയുടെ പര്യായം എന്ന് പറഞ്ഞ് മക്കയിൽ ഹജ്ജിൻ്റെ വേളയിൽ അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തൊക്കെ ആയിരങ്ങൾ വന്ന് സുജൂ ചെയ്യുന്നത് എനിക്ക് വേണ്ടി വണങ്ങുന്നത് കണ്ടോ എന്നതാണ് മലക്കളോട് പഠിച്ചോ അല്ലെങ്കിൽ സൃഷ്ടാവ് പറഞ്ഞതാണ്. അതൊക്കെ പറഞ്ഞെങ്കിലും ഇന്നത്തെ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നല്ല ലോകാദമിൻ്റെ കാലം മുതലാണ് ഇപ്പോൾ ശീതസമരമൊക്കെ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ കുരിശുദ്ധം ഉണ്ടായല്ലോ. ആ ലോകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ എത്ര ആൾക്കാർ, ലക്ഷ്യങ്ങൾ. ചൈനയിൽ മറ്റേ നിരീശ്വരവാദിയുടെ കാര്യം പറഞ്ഞാൽ മുസ്ലിമിനെ ടെസ്റ്റിക്കാരെങ്കിൽ അവർക്ക് മുസ്ലിങ്ങളായിരുന്നല്ലോ. എത്ര ആയിരം മനുഷ്യരെയാണ് കൊന്നിരിക്കുന്നത് അന്നും ഇന്നും. അപ്പോൾ അന്നും ഇന്നും മനുഷ്യരിവിടെ ബഹളമാണ് ഉണ്ടാക്കുന്നത്, അക്രമമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ദൈവത്തിന് എവിടെയോ തെറ്റുപറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും പൊതുവെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഈ ചാനലിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന് മുൻപ് പ്രോത്സാഹിപ്പിച്ച അതിനേക്കാൾ ഒരു പടി കൂടി മുൻപിൽ കടന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ അവതരണം സ്നേഹവും ഞാൻ നിർത്താൻ നിൽക്കുവരായി. നന്ദി. ജയ് ഹിന്ദ്.